ഇത് നമ്മൾ ഇന്ന് കസ്റ്റമറുടെ ഓർഡർ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത ലൈനിങ് ഫ്രോക്ക് നൈറ്റിയും നമുക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ചുള്ള XXL സൈസ് എ ലൈൻ നൈറ്റി സ്റ്റിച്ച് ചെയ്തതിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടു നോക്കൂ, ബാക്കി വീഡിയോ കൂടി കാണണേ. ഹായ്, എല്ലാവർക്കും CNITസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്ത മോഡലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ആദ്യമായിട്ടാണ് ഫ്രോക്ക് നൈറ്റിക്ക് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിതുവരെ ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ മെറ്റീരിയൽസ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ കസ്റ്റമറുടെ ആവശ്യപ്രകാരം അവർക്ക് ലൈനിങ് ഇട്ട് അവർ ഉപയോഗിക്കാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ ലൈനിങ്ങിൻ്റെ ക്യാഷൊക്കെ സ്റ്റിച്ചിങ്ങിനൊക്കെ എക്സ്ട്രാ ക്യാഷ് വരും. അതൊരു റെഡിയാണ്, ഓക്കെയാണ്, ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന കേട്ടോ. അപ്പോൾ 4 എണ്ണമാണ് അവരുടെ ഫ്രോക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത്. ഒരെണ്ണം അവരുടെ സിസ്റ്ററിനും ബാക്കി 3 എണ്ണം കസ്റ്റമറിനും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് അവരുടെ കസ്റ്റമറുടെ ചേച്ചിക്കുള്ളതാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ ചേച്ചിക്ക് സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പറവൂരിൽ നിന്നുള്ള ഓർഡറാണേ. ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. ഇതാണ് ഫുള്ള് വരുന്നത്. കാണാമല്ലോ അല്ലേ? നല്ല ഡാർക്ക് മെറൂണയിൽ വൈറ്റാണ് ഡിസൈൻ വരുന്നത്. കൈ പഫ് സ്ലീവാണ് കേട്ടോ. അപ്പം നമ്മൾ അവർക്ക് വൈറ്റ് ഇവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കളറിന് മാച്ച് ചെയ്യണ തന്നെ ഡാർക്ക് മെറൂണിൻ്റെ ഒരു പീസാണ് നെക്കയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതാ വൈറ്റ് ഷോ ബട്ടണോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതെ, ഇതാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ടൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ഇട്ടാട്ടോ. 4 എണ്ണം ചേച്ചിയുടെ അവരുടെ അതെ കേട്ടോ. ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ലൈനിങ് ബോഡി ഫുള്ള് ലൈനിങ് ഉണ്ട് കേട്ടോ. കൈ സ്ലീവിലും അടിയിൽ പ്ലീറ്റിൻ്റെ ഉള്ളിൽ ലൈനിങ് ഇട്ടിട്ടുള്ള കേട്ടോ. ബോഡി മാത്രമാണ് ലൈനിങ്. അപ്പോൾ ഇതാണ് ഒരെണ്ണം. പിന്നെ നെക്സ്റ്റ് ഇതാണ് കേട്ടോ കസ്റ്റമറുടെ ഒരെണ്ണം. നമ്മളൊരു പീറ്റർ പാൻ കോളർ വെച്ചിട്ടാണ്. അതിൽ നമ്മളിത് ആ ലേസും അതിന് തന്നെ റോസ് ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൈ പഫ് സ്ലീവാണ് കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ ബാക്ക് ടൈ വെച്ചിട്ടില്ല കേട്ടോ. അവർക്ക് 3 എണ്ണത്തിൽ ഒരെണ്ണത്തിന് മാത്രം ബാക്ക് ടൈ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കി 2 എണ്ണത്തിന് ബാക്ക് ടൈ ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതാണ് ഫുള്ള് വരുന്നത്. ഇതാണ് കേട്ടോ ഒരെണ്ണം. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ നെക്ക് മോഡൽ ഡിസൈൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് അവരിട്ട് വന്നൊരു മോഡലാണ്. ചെയ്തു തരാമോ എന്ന് ചോദിച്ച് നമ്മൾ ചെയ്തു കൊടുത്താണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ്. ഇതാ കണ്ടോ, ഒരു 3 ഗ്രീൻ അവർ തന്ന മോഡലിൽ ഇവിടെ ഷോ ബട്ടൺ ഉണ്ടായിരുന്നില്ല. ഈ പീസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിൽ വൈറ്റ് ലേസ് ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മളൊരു മാച്ചിങ് ആയിട്ട് കുറച്ചുകൂടെ ഭംഗി ഷോ ബട്ടൺ വരുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് അതോടെ നമ്മൾ അറ്റാച്ച് ചെയ്താണ് കേട്ടോ. ഇതാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നമ്മൾ പഫ് കൈയാണ്. പക്ഷെ പഫ് കൈയുടെ അറ്റത്ത് ഇതാ പടി കാണാമല്ലോ അല്ലേ? ഇതാ എത്രയുള്ളൊരു പടി കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് പൈപ്പിങ്ങിന് പകരം. അതിന് അവർക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് അതിനുള്ള തുണി കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിലർ ചോദിക്കാറുണ്ട് കൈയുടെ പഫിനറ്റത്ത് ഇതുപോലെ പടി വെച്ച് തരാമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് ഹൈറ്റ് അനുസരിച്ചാണ് നമുക്ക് അതിനുള്ള പീസ് കിട്ടുന്നത്. അതായത് ഈ ഫ്രോക്കിന് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തീരെ പീസ് കുറവായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ലെങ്ത്ത് കൂട്ടി ചെയ്യുന്നവർക്ക് ഒട്ടും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഇവർക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ലെങ്ത്ത് കുറവ് മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് ഫുള്ള് വരുന്നത്. പിന്നെ അടിയിൽ ഞുറുവിൻ്റെ മുകളിലും കൂടെ വൈറ്റ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ബാക്കിൽ ടൈ ഇല്ല കേട്ടോ. ടൈ ഇല്ലാത്ത മോഡലാണ്. അടിയിൽ ഞുറുവിൻ്റെ മുകളിലും വൈറ്റ് ലേസോടെ കൊടുത്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതും ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്ന കേട്ടോ. അതാ കാണാമല്ലോ അല്ലേ? വൈറ്റ് ഇതിന് ലേസ് അല്ല, ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്ന കേട്ടോ. ബോഡി മാത്രമേ ലൈനിങ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ നെക്സ്റ്റ് അവരുടെ ഇതാണ് കേട്ടോ. ഒരു മെറൂണിൽ ഒരു കളർ വരുന്നതാണേ. അപ്പോൾ ഇതിൽ നമ്മളൊരു വൈറ്റ് നെക്കയിൽ മെറൂൺ കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്നിട്ടൊരു വൈറ്റ് ഷോ ബട്ടനോടെ കൊടുത്തിട്ടുണ്ട് മാച്ചിങ് ആയിട്ട്. ഇതിൻ്റെ സാധാ പഫ് കൈയാണ് കേട്ടോ. പഫ് കൈയും ഇതിനറ്റത്ത് തുണിയുടെ തന്നെ പൈപ്പിങ്ങും ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതാണ് ഫുള്ള് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത്. ഇതിന് ബാക്ക് ടൈ ഉണ്ട് കേട്ടോ. ഇതും ലൈനിങ് അറ്റാച്ച് ആണ്. ഇതാണ് നമ്മൾ മെറൂൺ കളർ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ 4 എണ്ണം അവരുടെ ഓർഡർ. പിന്നെ നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്ത് നിന്നുള്ളൊരു ഓർഡറാണ്. അത് 2 എണ്ണം ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. ഇത് നമുക്ക് പുതിയ കസ്റ്റമറാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മളോട് എടുക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്ത ആ സെയിം ഡിസൈൻ തന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് വരുന്നത്. നമ്മൾ പീറ്റർ പാൻ കോളർ അണിക്കയിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ വൈറ്റ് ലേസും വൈറ്റ് ഫ്ലവറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൈ പഫ് സ്ലീവാണ് കേട്ടോ. അതെ, തുണി പൈപ്പിംഗ് തന്നെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പൈപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫുൾ ലെങ്ത്ത് വരുന്നത്. ഇവർക്ക് ഹൈറ്റ് കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടൈ ഉണ്ട്. ഇത്രയാണ് ഇവരുടെ വരണേ. ഇവരുടെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. 2 എണ്ണം അവരുടെ ഓർഡറേ.
നെക്സ്റ്റ് ഇതേ ഒരു ഡാർക്ക് നേവി ബ്ലൂവിൽ ചെറിയ ഡിസൈൻ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്ന സ്റ്റോക്കിലുള്ളതാണ് കേട്ടോ. അതെ, ഇതാണ് ഡിസൈൻ. ഇതിൻ്റെ കൈ നോർമൽ സ്ലീവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരെണ്ണം പഫും ഒരെണ്ണം നോർമലാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് വൈറ്റ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കാരണം ഡാർക്ക് നേവി ബ്ലൂവിൽ ചെറിയൊരു വൈറ്റ് ഡിസൈനും വരുന്നുണ്ട്. അപ്പം വൈറ്റ് ആയിരിക്കും കുറച്ച് നെക്ക് എടുപ്പ് വരുമല്ലോ നിർത്തും. നമ്മൾ വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഡാർക്ക് നേവി ബ്ലൂവിൻ്റെ തന്നെ ഷോ ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടേ. ഇത്രയാണ്. അവർക്ക് ലെങ്ത്ത് കുറവാണേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു ഓർഡറാണ് കേട്ടോ. നമ്മൾ മുന്നേ അവരുടെ ഒരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് XXL നമ്മുടെ ഈ നൈറ്റി മെറ്റീരിയലിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അന്ന് നമ്മൾ സാമ്പിൾ എന്നുള്ള രീതിയിൽ 2 എണ്ണമാണ് ചെയ്തത്. കാരണം കറക്റ്റായിട്ടൊന്നും അളവറിയില്ലാത്ത തന്നെ ഏകദേശം രൂപം വെച്ചിട്ടൊക്കെ അവർ പറഞ്ഞു തന്ന അളവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 2 എണ്ണം അവർ സാമ്പിൾ അടിച്ചാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 4 എണ്ണം കൂടെ അവർ എടുത്തിട്ടുണ്ട്. അത് ചെന്നവർക്ക് കറക്റ്റ് ഓക്കെയാണ്, കറക്റ്റ് പാകമാണെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടുണ്ടായി. അപ്പോൾ അവർ അതുകൊണ്ട് 4 എണ്ണം കൂടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ. XXL സൈസിൽ. അതായത് ചെസ്റ്റ് വണ്ണ് 54 ഇഞ്ചിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ 50 ഇഞ്ച് വരെയാണ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇവർക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് 48 ലെങ്ത്ത് മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെന്ന് അവർക്ക് അല്ലെങ്കിൽ സ്ലീവും വേണം. കാരണം കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ കൈക്കും കുറച്ച് വണ്ണം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈക്ക് കുറച്ച് ഇറക്കം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് ലെങ്ത്ത് വരുമ്പോൾ ഈ XXL സൈസിൽ കൈ അത്രയും കിട്ടത്തില്ല. അപ്പോൾ ഇവർക്ക് 48 ലെങ്ത്തിൽ ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് അത്യാവശ്യം കൈക്കും ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിടർത്തിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ ആട്ടോ. ഈ പ്രാവശ്യം വന്ന സ്റ്റോക്കാണേ. ഇതാണ് വരുന്നത് കണ്ടോ. 54 ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നതാണ് കേട്ടോ. 48 ലെങ്ത്ത് വരുന്നത്. എത്രയാണ് 48 ലെങ്ത്ത് വരുന്നത്. പിന്നെ ഇതാ സാധാ സ്ലീവാണ് കേട്ടോ. അജ്രക്കിൻ്റെ ഡിസൈനാണ്. അപ്പം നമ്മളൊരു നെക്കയിലൊരു ഇതിൻ്റെ അത് ബ്ലാക്ക് വരുന്നതുകൊണ്ട് ബ്ലാക്ക് നെക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതാണ് ഒരെണ്ണം. പിന്നെ നെക്സ്റ്റ് ഒരു വയലറ്റ് ഷെയ്ഡിൽ വൈറ്റ് ഡോട്ട് വരുന്നതാണ് കേട്ടോ. ഇത് ഈ പ്രാവശ്യത്തെ സ്റ്റോക്കിലുണ്ടായിരുന്ന മെറ്റീരിയലാട്ടോ. അപ്പം നമ്മളിത് ലേസ് നെക്കയിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവേൽ അവർ നമ്മുടെ കൈയുടെ അറ്റത്ത് ലേസ് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരെണ്ണത്തിന്. അപ്പോൾ ഇതിനാണ് കേട്ടോ നമ്മളങ്ങനെ കൊടുത്തേക്കുന്നത്. ഇത് കാണാമല്ലോ അല്ലേ, ക്ലോസ് ആയിട്ട് കാണിച്ച്. ആ ലേസ് തന്നെയാണ് നമ്മൾ 2 കൈയിലും കൊടുത്തേക്കുന്നത്. ഇതാണ് ഫുള്ള് വരുന്നത്. XXL സൈസാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഇതാണ് കേട്ടോ. ഞൊറിവില്ലാത്ത L90 ആണേ. നെക്സ്റ്റ് അവരുടെ ഒരു യെല്ലോ ആണ്. ഇതും ഈ പ്രാവശ്യത്തെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന മെറ്റീരിയലാട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ചെറിയ കർവ്ഡ് വി ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് സൈഡിൽ വൈറ്റ് ലേസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൈ നോർമൽ സ്ലീവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ സ്ലീവിന് അവർക്ക് XXL സൈസിന് ലെങ്ത്ത് 48 വെച്ചിട്ട് ഇത് എത്ര കൈയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഒരു 8 ഇഞ്ചോളം കാണും കേട്ടോ കൈ. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കൈവണ്ണം നമ്മൾ അവർക്ക് 18 ഇഞ്ചാണ് ചെയ്തേക്കുന്നത്. ഒരു സൈഡ് 9 ഇഞ്ച്. ഇത് ഇത്രയാണ് കൈവണ്ണം ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതാണ് ഫുൾ ലെങ്ത്ത് വരുന്നത്. നല്ലൊരു യെല്ലോയാണ് കേട്ടോ. യെല്ലോയിൽ വൈറ്റ് ഡിസൈനാണ്. പിന്നെ നെക്സ്റ്റ് അവരുടെ ഒരു പിങ്കാണ് കേട്ടോ. മജന്ത പിങ്കാണ്. വീഡിയോയിൽ കുറച്ച് റെഡായിട്ടാണ് കാണുന്നതെന്ന്. മജന്ത പിങ്കാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ അതേ നെക്കയിൽ ബ്ലാക്ക് കൊടുത്തിട്ട് വൈറ്റ് ലേസും വൈറ്റ് ഫ്ലവറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോർമൽ സ്ലീവാണ് കേട്ടോ. ഇതാണ് ഫുള്ള് വരുന്നത്. ഇതാണ് കേട്ടോ ഫുള്ള് വരുന്നത്. അപ്പോൾ ഈ 4 എണ്ണമാണ് അവരുടെ ഓർഡർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമ്മൾ ഇത്രയും പേരാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.